എറണാകുളം ചെല്ലാനത്ത് കടലാക്രമണം ഇന്നും രൂക്ഷം. കണ്ണമാലി ഭാഗത്ത് നിരവധി വീടുകളിലേക്കാണ് വെള്ളം കയറുന്നത്. കണ്ണമാലിയിൽ നിന്ന് സൂര്യശ്രീ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇത്. എറണാകുളം ജില്ലയിലെ കടലോര മേഖലയിൽ അതിശക്തമായ കടൽ കയറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെല്ലാനത്തെ കണ്ണമാലിയിലാണ്. കണ്ണമാലിയിലെ 100ഓളം വീടുകളിലാണ് ഇത്തരത്തിൽ കടൽ വീടുകളിലേക്ക് ഇരച്ചു കയറി എത്തുന്നത്. ഇവിടത്തെ 100ഓളം വീടുകളെല്ലാം തന്നെ വെള്ളത്തിൽ ആയ സ്ഥിതിയിലാണുള്ളത്. ആളുകൾക്കൊക്കെ ദൈനംദിന പ്രവൃത്തി പോലും നടത്താൻ കഴിയാത്ത അവസ്ഥ. സ്ത്രീകളും കുട്ടികളും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ദുരിതമാണ് അനുഭവിക്കുന്നത്. ഇവിടുത്തെ ജിയോ ബാഗ് അടക്കം തകർന്ന ഒരു അവസ്ഥയിലാണുള്ളത്. അത് ഇതുവരെ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അടിയന്തരമായി ഇതിനൊരു അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ജിയോ ബാഗുകളടക്കം അടിയന്തരമായി സ്ഥാപിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ഇതുവരെയും ഇത്തരത്തിലൊരു ജിയോ ബാഗുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ആളുകൾ പറയുന്നത്. കുട്ടികളും സ്ത്രീകളും അടക്കം തന്നെ വലിയ രീതിയിലൊരു ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഭക്ഷണം പോലും പാകം ചെയ്യാത്ത അവസ്ഥയാണ്. കാലവർഷ സമയങ്ങളിൽ ഇത്തരത്തിൽ കടൽ കയറ്റം ഉണ്ടാകാറുണ്ടെങ്കിലും ഈ വർഷം ഇത്തരത്തിലുള്ള കടലേറ്റം അത് ഇത്തിരി കൂടുതലാണെന്നാണ് പറയുന്നത്. പക്ഷേ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതിന് തടയാനായിട്ടോ അല്ലെങ്കിൽ ക്യാമ്പുകളിലേക്ക് പോകാനോ തന്നെ യാതൊരു നിർദ്ദേശവും ഇവർ നൽകിയിട്ടില്ല എന്ന് നമ്മളോട് പ്രദേശവാസികളെല്ലാം തന്നെ പറയുന്നുണ്ട്. നമുക്ക് ഈ വീട് കാണാം. ഈ വീട്ടിലുള്ളവർ ഈ 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ട് പോലും ഇല്ല എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു കടൽ കയറ്റമാണ് ഇവർ അനുഭവിക്കുന്നത്. ചേട്ടാ, എന്താ അവസ്ഥ? എന്റെ ചേച്ചി, ഞാൻ കടലിൽ പോകുന്ന വ്യക്തിയാണ്. ഞങ്ങൾക്ക് 3 ദിവസമായി ഉറങ്ങിയിട്ട്. ഞങ്ങൾക്കൊന്ന് ഉറങ്ങണം. ഭക്ഷണം കൂടി ഇല്ല, വെക്കാൻ സ്ഥലമില്ല. ദേ നോക്ക്, മകളെ നോക്ക്, ദേ ഇല്ലേ എന്താ എന്റെ മുറി നോക്ക്. കടല് മുഴുവനും ഇടിച്ച്, കടലെല്ലാം ഇടിച്ച് ബാത്റൂമൊക്കെ ലോഡായി കിടക്കണേണ്. കടൽ കയറി കഴിഞ്ഞാൽ ബാത്റൂമിൽ ഇതാക്കാൻ പറ്റും, അല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിരുന്നു, ഇന്ന് രാവിലെ എത്തിയിരുന്നു. പക്ഷെ ഇതിന് അടിയന്തരമായ ഒരു പരിഹാരം ഉണ്ടാക്കാമെന്നുള്ളൊരു വാക്കോ അല്ലെങ്കിൽ ക്യാമ്പുകളിലേക്ക് മാറണമെന്നൊരു ഉറപ്പോ ആരും തന്നെ നൽകിയിട്ടില്ല. ഞങ്ങൾ എങ്ങോട്ട് പോകും, ഞങ്ങളുടെ ഈ പ്രതിസന്ധി ഇത്ര നാൾ പറഞ്ഞിട്ടും ഇതാരും കേൾക്കുന്നില്ല എന്നുള്ള ഒരു വിഷമമാണ്, ഇത്തരത്തിലുള്ളൊരു വിഷമമാണ് നമ്മളോട് ഇവിടുത്തെ ആളുകളൊക്കെ തന്നെ അറിയിക്കുന്നത്. ഏതായാലും ഇതിൽ പ്രതിഷേധിച്ച് ഈ വരുന്ന 30-ാം തീയതി കണ്ണമാലി ജനകീയ വേദിയുടെ നേതൃത്വത്തിൽ ഒരു ഹർത്താൽ തന്നെ ചെറിയ കടവ് മുതൽ ഫോർട്ട് കൊച്ചി ഭാഗം വരെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. കണ്ണമാലി മുതൽ ചെറിയ കടവ് വരെയുള്ള ഭാഗത്ത് നിലവിൽ ടെട്രാപോഡ് നിർമ്മിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വർഷാവർഷം അവർക്ക് ഈ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഷാവർഷമുള്ള ഈ ദുരിതത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്ന് തന്നെയാണ് ഇവിടുത്തെ ആളുകളെല്ലാം നമ്മളോട് പറയുന്നത്.